എൻ്റെ പേര് സോണി. ഞാൻ അറ്റ്ലാന്റയിൽ ഇവിടെ നോർത്ത് അമേരിക്കൻ കൗൺസിലിൻ്റെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇന്ന് മൂന്നാമത്തെ ദിവസമായിരുന്നു കോൺഫറൻസിൻ്റെ. എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഞങ്ങൾ CSI കോൺഗ്രിഗേഷൻ ഓഫ് ടാംബായെ റെപ്രസെൻ്റ് ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷകരമായ 3 ദിനങ്ങൾ കടന്നുപോയി. ഇവിടെ ആദ്യത്തെ കോൺഫറൻസാണ് അമേരിക്കയിലെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ആത്മീയമായി നമ്മളെ പല രീതിയിൽ ഉയർത്തുന്ന ഒരു കോൺഫറൻസ് ആണ്. ഈ കോൺഫറൻസിൻ്റെ തീം റൈസ് അപ്പ് ആൻഡ് ബിൽഡ് എന്നുള്ളതായിരുന്നു. അതിനെപ്പറ്റി വളരെ വിശദമായ ചർച്ചകളും ഒക്കെ നടന്നു കഴിഞ്ഞു. ഞങ്ങൾ നല്ല പ്രസംഗങ്ങളൊക്കെ കേട്ടു. പിന്നെ വിമൻസ് ഫെലോഷിപ്പിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു. അതിനകത്തും അതേ തീം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹൗ ക്യാൻ വി എംപവർ അവർ സെൽഫ് ആസ് വിമൻ, നമ്മുടെ സൊസൈറ്റിയിലെ റോൾ എന്തുവാണ്, ഫാമിലിയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. സോ ഐ എം ഷുവർ ദാറ്റ് വി ക്യാൻ എംപവർ ഓൾസോ അതർ വിമൻ ടു റൈസ് ആൻഡ് ബിൽഡ്. റൈസ് ആൻഡ് ബിൽഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈസ് അപ്പ്, വി ഹാവ് ടു റൈസ് അപ്പ് ആൻഡ് ദെൻ ഓൺലി വി ക്യാൻ ബിൽഡ്. ദാറ്റ് ഈസ് വാട്ട് വി റീഡ് ഇൻ Nehemiah. So and once we build, if there is something also we can rebuild. We have to think over how we can rebuild if our ways are not correct. So this happens in our day-to-day life. So we can think over and over and correct ourselves. So the reconciliation also some other thing we can do when we encounter this. ഈ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളവിടെ ചർച്ച ചെയ്തത്. പിന്നെ ജോലി ചെയ്തത് അമേരിക്ക വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ഇപ്പോൾ 5 വർഷമായുള്ളൂ അമേരിക്കയിലേക്ക് കടന്നു വന്നിട്ട്. അതിനു മുമ്പേ കുവൈറ്റിലായിരുന്നു. 20 വർഷം കുവൈറ്റിൽ സേവനം ചെയ്തു. കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലായിരുന്നു, അല്ലദാൻ ഹോസ്പിറ്റൽ കുവൈറ്റ്. അവിടെ നഴ്സ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്തത്. നല്ല അനുഭവങ്ങളായിരുന്നു. അവിടെ ഞങ്ങൾ അഹമ്മദി ചർച്ചിൻ്റെ CSI അഹമ്മദി ചർച്ചാണ് അവിടെ ഉള്ളത്. അവരുടെ മെമ്പേഴ്സായിരുന്നു. വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അവിടെയും ചർച്ചിന് നൽകിയിട്ടുണ്ട്. ക്വയറിലും വിമൻസ് ഫെലോഷിപ്പിലും കുഞ്ഞുങ്ങളാണ് സൺഡേ സ്കൂളിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഞങ്ങളവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. കുടുംബത്തെ പറ്റി പറഞ്ഞാൽ പേരൻസ് ഞാൻ ആക്ച്വലി തിരുവല്ലയാണ് എൻ്റെ സ്വദേശം. തിരുവല്ലയിൽ വേങ്ങൽ എന്ന സ്ഥലത്താണ്. ഒരു ഗ്രാമപ്രദേശമാണ്. വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്. നെൽപ്പാടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന അപ്പർ കുട്ടനാടൻ ഏരിയയാണ് തിരുവല്ലയുടെ. വളരെ നല്ല ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന മുണ്ടത്താനമാണ്. അവിടെ CSI ചർച്ചിലെ മെമ്പേഴ്സാണ്. പേരൻസ് 2 പേരും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ പപ്പ വർക്ക് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. PWD റോഡ് സെക്ഷനിൽ ആയിരുന്നു വർക്ക് ചെയ്ത്. തിരുവല്ല ഡിവിഷനിൽ നിന്നാണ് റിട്ടയർ ചെയ്ത്. മമ്മി ഹൗസ് വൈഫായിരുന്നു. സിബ്ലിങ്സ് 4 പേരാണ് ഞങ്ങൾ. ഞാനാണ് മൂത്തയാൾ. ഞങ്ങൾ 3 പെൺകുട്ടികൾ നേഴ്സുമാരാണ്. ഒരാങ്ങളയുണ്ട്. ഒരു ഇളയ ബ്രദറും സിസ്റ്ററും ട്വിൻസാണ്. എൻ്റെ നേരെ ഇളയാൾ സൗദിയിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പം നാട്ടിൽ സെറ്റിൽ ചെയ്തു. അവർ കുട്ടികളുമായിട്ട് നാട്ടിൽ താമസിക്കുന്നു. പിന്നെ അടുത്തയാൾ എൻ്റെ കൂടെ കുവൈറ്റിലുണ്ടായിരുന്നു. പുള്ളിക്കാരി നേഴ്സായിരുന്നു. ഇപ്പോൾ UK മൂവ് ചെയ്തു. പിന്നെ ബ്രദർ ഖത്തർ TV വർക്ക് ചെയ്യുന്നു. ബ്രോഡ്കാസ്റ്റിംഗിലാണ്. സിസ്റ്റേഴ്സ് ഒരാൾ തലവടി, അതും കുട്ടനാടൻ ഏരിയ തന്നെയാണ് തലവടി. പിന്നെ ഏറ്റവും ഇളയാളെ കല്യാണം കഴിച്ചിരിക്കുന്നത് കടുത്തുരുത്തി. അവർ ക്നാനായ. ഞങ്ങളുടെ കുടുംബത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ മമ്മി ഒരു മർത്തോമാക്കാരിയാണ്. ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്. മമ്മി മർത്തോമാക്കാരിയാണ്. പിന്നെ എല്ലാ സഭകളും തന്നെ ഞങ്ങളുടെ ഭവനത്തിലുണ്ടെന്ന് പറയാം. CSI ആണ് എന്നെ കെട്ടിച്ച് കല്യാണം കഴിച്ചത്. പിന്നെ ഇളയാള് ക്നാനായ കാത്തലിക്കുന്ന കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, എല്ലാ സഭകളെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു കഴിവുണ്ട്. മക്കളെ പറ്റി പറഞ്ഞാൽ മക്കള് 3 പേരാണ്. മൂത്തയാള് ജോയൽ ഓസ്റ്റിനിൽ ജോലി ചെയ്യുന്നു. ഇവിടെ വന്നു MSc ചെയ്തു. അത് കഴിഞ്ഞ് ടെസ്റ്റ് എഞ്ചിനീയറായിട്ട് ഓസ്റ്റിനിൽ ഇപ്പം ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ജൊഹാൻ. അവനിവിടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് 4ാം വർഷം USF പഠിക്കുന്നു. ഇളയാൾ ജോന
10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങൾ ഓസ്റ്റിൻ വരാറുണ്ടോ? ഞങ്ങൾ ഓസ്റ്റിനിൽ ഇതുവരെ വന്നിട്ടില്ല, ഹ്യൂസ്റ്റണിൽ വന്നിട്ടുണ്ട്. പക്ഷെ പുതിയ പള്ളി പണി കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ടില്ല, കണ്ടിട്ടില്ല. നിങ്ങളെ വെൽക്കം ചെയ്യുന്നു ഹ്യൂസ്റ്റണിലോട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താമസിക്കാം, ഞാൻ ഭാര്യയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഇനി കുവൈറ്റിലെ ജോലിയെ പറ്റി പറഞ്ഞാലേ, ജോലി ഭാരം അമേരിക്കയിലാണോ അവിടെയാണോ നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം? കുവൈറ്റിലെ ജോലി ഭാരമെന്ന് പറയാൻ പറ്റത്തില്ല, രണ്ടും രണ്ട് രീതിയിലാണ്. കുവൈറ്റിൽ നമ്മൾ കൂടുതലും നമ്മുടെ നേഴ്സുമാർ തന്നെയാണ്, കൂടുതലും മലയാളീസ്, പിന്നെ ഫിലിപ്പിനോസ്, ഇവരാണ് മജോറിറ്റി. ആൻഡ് ഓൾസോ കുവൈറ്റീസ് ഫ്യൂ നമ്പേഴ്സ്, അവരാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഈജിപ്ഷ്യൻസും ഉണ്ട്, ജോർദാനിയൻസ്, ഈജിപ്ഷ്യൻസ്. അവിടെ നമ്മൾ വേറൊരു കൾച്ചറിലാണ് ജോലി ചെയ്യുന്നത്. ബട്ട് ഐ ഹാവ് നോട്ട് ഫെൽറ്റ് എനി ഡിഫിക്കൽട്ടീസ്. സം ഹാവ് ഫൗണ്ട് ഡിഫിക്കൽട്ടീസ് വർക്കിംഗ് ദെയർ, ബട്ട് ആസ് ഫോർ മീ ഐ നെവർ ഫൈൻഡ് എനി ഡിഫിക്കൽട്ടീസ് വർക്കിംഗ് ദെയർ. Here, what is the difficulty basically used? ഡിഫിക്കൽറ്റി ഇവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല വർക്കിൽ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ മറ്റൊരു കൾച്ചറിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് നമ്മളെ പറിച്ചു നടപ്പെട്ടതായതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ വെൻ വി നോ പീപ്പിൾ, വെൻ വി ഗെറ്റ് മോർ അബൌട്ട് ദം, വി ക്യാൻ ഗെറ്റ് അലോങ് വിത്ത് എനിബഡി. The same work we all can do. ഈ കോൺഫറൻസിനെ പറ്റി രണ്ട് വാക്ക്. കോൺഫറൻസ് ആദ്യമായിട്ടാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്ന, റിയലി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഇവിടെ അറ്റ്ലാന്റയിലായിരുന്നു, ടാമ്പയിൽ നിന്ന് അറ്റ്ലാന്റയിലേക്ക് ഏകദേശം 6 മണിക്കൂർ യാത്രയുള്ളൂ. സോ വി തോട്ട് ലെറ്റ് us come and experience it. So it's a good experience, knowing our fellow members, to have fellowship with other church members, other communities also, because a lot of people come from the north, so it's good to know people, each Children other. also get more The youth and the small children, they also get opportunities. താങ്ക് യു സോ മച്ച്. മഴ വരുന്നോണ്ട് അങ്ങ് നിർത്തുകയാണ്. അപ്പൊ ഇത്ര സഹകരിച്ചതിന് ഒത്തിരി നന്ദി. വീണ്ടും കാണാം അടുത്ത ഒരു എപ്പിസോഡിൽ. Okay, sure. Thank you.